വാവട്ടമില്ലാത്ത കുടത്തിനകത്ത് തലയിട്ട അവസ്ഥയാണ് രാഹുൽ ഈശ്വറിന്. രാഹുൽ ഈശ്വറിന് ഇത് എന്തിന്റെ കേടായിരുന്നെന്നാണ് ഇപ്പൊ ജനങ്ങൾ ചോദിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാ. കാരണം ഹണി റോസും ബോബി ചെമ്മണ്ണൂരും തമ്മിലുള്ള പ്രശ്നം അത് പോലീസ് കേസല്ല, ഏത് രീതിയിലാണെങ്കിലും അവര് തങ്ങളിൽ തീർത്തേനെ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അതെ, ഇതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ലായിരുന്നു. അഭിപ്രായങ്ങൾ പറയാം, പക്ഷെ അത് അവരുടെ കുടുംബത്തെയും അവരെ വ്യക്തിപരമായും ഹോണ്ട് ചെയ്യുന്ന രീതിയിൽ പറയാതെ അല്ലെങ്കിൽ പരാമർശിക്കാതിരുന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ ഈ ഒരു ഇപ്പൊ തിരിച്ചടി എന്ന ഡബിൾ കോട്സിലാണല്ലോ വാർത്തകൾ, രാഹുൽ ഈശ്വറിന് തിരിച്ചടി അങ്ങനെ ഒരു അടി കിട്ടേണ്ട ഒരു ആവശ്യം വരത്തില്ലായിരുന്നു മര്യാദയ്ക്കായിരുന്നുവെങ്കിൽ. ഇപ്പോഴും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഹണി റോസിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ ആവശ്യം എന്താ? പുള്ളി എന്തിനാ വിമർശിക്കുന്നത്? അവർക്ക് കുഴപ്പമില്ല, അവരുടെ കുടുംബക്കാർക്ക് കുഴപ്പമില്ല, അത് കാണുന്ന ജനങ്ങൾക്കും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിനും അല്ലെങ്കിൽ ഈ രാഹുൽ ഈശ്വറിനും മാത്രം ഇത്രയും സംസാരിക്കേണ്ട കാര്യം എന്താ? ആളുകൾ പറയുന്നു അല്ലെങ്കിൽ കമന്റ്സ് ഇടുന്നു, അതിനുള്ള മറുപടി പുള്ളിക്കാരി വേണ്ട രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പരിധിയിലധികം ആളുകൾ അടങ്ങി ഇല്ലേ? അതെ, ഈ പറയുന്ന രാഹുൽ ഈശ്വർ സത്യത്തില് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ചെന്ന് ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ചർച്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ എല്ലാത്തിനും അഭിപ്രായം ഉണ്ടാവും, ഏത് വഴിയെ എല്ലാ വള്ളികളും പിടിക്കും. അഭിപ്രായം കൃത്യമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വെളിപ്പെടുത്തുന്നെങ്കിൽ കുഴപ്പമില്ല. പുള്ളി അങ്ങനല്ല, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു ചരിത്രം അങ്ങോട്ട് പറയാം. പുള്ളിക്ക് സ്വന്തമായിട്ട് ഒരു ബുക്ക് കാണാം. സീരിയസ്ലി അദ്ദേഹം ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ടൊരു ചർച്ചയ്ക്ക് ഇരിക്കുവാണെങ്കിലും പുള്ളി ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ വന്നൊരു ചർച്ചയ്ക്ക് ഇരിക്കുവാണെങ്കിലും നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ 3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അത് സ്ഥിരം ഒരു 3 കാര്യങ്ങളാണ് എനിക്ക്. നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് എന്തിനാണ് രാഹുൽ ഇങ്ങനെ ഒരു ഡ്രസ് കോഡ് താങ്കൾ പറഞ്ഞതെന്ന് വെച്ചാൽ നോക്കൂ, എനിക്ക് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. പുള്ളി കൃത്യമായിട്ട് ആ ഡ്രസ് കോഡ് പാലിക്കുന്നുണ്ട് കേട്ടോ. പുള്ളിയുടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലായിടത്തും പുള്ളി ഏറെക്കുറെ ആ ഒരു പുള്ളി നടക്കുന്നത്. നെഞ്ചത്തല്ല, ഷോൾഡറിൽ. ഷോൾഡറിലാണ് പുള്ളി പതിപ്പിച്ചു നടക്കുന്നത്. അതൊക്കെ ആരാണ് പുള്ളിക്ക് റൈറ്റ് കൊടുത്തത്? നമ്മുടെ പതാക അപമാനിക്കലാണെന്ന് ഒരു സംഘം ആൾക്കാർ ചേർന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതെ, പുള്ളിക്ക്. അപ്പൊ പുള്ളി എന്തർത്ഥത്തിലാണ് ഡ്രസ് കോഡ് പോട്ടെ അതെല്ലാം പറഞ്ഞു, എന്നിട്ട് പുള്ളി നിർത്തുന്നില്ല എന്നുള്ള പുള്ളി കുറച്ചൊക്കെ സംസ്കാരം. ഇപ്പോ പുള്ളിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ അല്ലെ ഹണി റോസിന്റെ പരാതി ഹണി റോസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തേടിയിരിക്കുക. ഇങ്ങനൊരു ജാമ്യാപേക്ഷ തേടി കോടതിയിൽ പോകേണ്ട ഒരു സാഹചര്യം സ്വയം വരുത്തി വെച്ചതല്ലേ? സ്വയം കുഴിച്ച കുഴിയിൽ വീണു എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. രാഹുലിന്റെ കാര്യം അതൊരു ലിവിംഗ് ഉദാഹരണമായിട്ട് നമുക്ക് ഇപ്പോഴും അതിന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാപ്പ് കൊടുക്കാത്ത കേസാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുക. എന്ത്, ഞാൻ ഹണി റോസിനെ മോശമായി ഒന്നും പറഞ്ഞിട്ടേ ഇല്ല, അല്ലെങ്കിൽ ഞാൻ മോശപ്പെട്ട വാക്കുകൾ, ഞാൻ ഇപ്പോഴും ബഹുമാനത്തോടു കൂടിയാണ് അവരുടെ കഴിവിനെ കാണുന്നത്. സിനിമകൾക്കൊക്കെ വലിയ ഹൈപ്പ്. അവരുടെ കലയെ എത്രയോ 18 കൊല്ലത്തോളമായിട്ട് കലാരംഗത്ത് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഹണി റോസിന്റെ കായിക പ്രതിഭ അല്ലെങ്കിൽ കലാപ്രതിഭ അല്ലെങ്കിൽ ആ ഒരു കഴിവിനെ നമ്മൾ അംഗീകരിക്കണം. അതിനെ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വിമർശനങ്ങൾ അത്രയും പുറത്തു വരുന്നത്. അല്ലേ? അതെ, കാരണം ഇദ്ദേഹം പറയുന്ന ഈ ഒരു സംഭവം ഉണ്ട്. ഹണി റോസ് അതിനകത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മോശമാണ്. അതോടൊപ്പം തന്നെ ഹണിയുടെ വസ്ത്രധാരണ രീതി മോശമാണെന്ന തരത്തിലാണ് പിന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞു വെച്ചത്. അയാളുടെ കണ്ണുകളിൽ അത് മോശമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളുടെ കണ്ണുകളിൽ അത് മോശമായിരിക്കും. ഇപ്പൊ ആ ആളുകളുടെ എല്ലാം കണ്ണ് മാറ്റി വെക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞിരിക്കുന്നത് പോലെ ഹണി റോസിന്റെ ഡ്രസ് കോഡ് ഇഷ്ടമല്ലാത്തവർ അവരെ കാണാൻ പോകണ്ട, അത്രേ ഉള്ളൂ. അവരുടെ ഇഷ്ടമാണ് ഡ്രസ് കോഡ്. എല്ലാവർക്കുള്ള മൗലിക ആവശ്യമാണ് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത്. പിന്നെ രാജാവ് നഗ്നനാണെന്ന് പറയുന്ന പോലെ ഹണി റോസ് നഗ്നയായിട്ടൊരിടത്തും വന്നിട്ടില്ല. പിന്നെ എന്തർത്ഥത്തിലാണ് ഈ പറയുന്ന പോലെ ബോബിയുടെ ഒരു കേസുമായിട്ട് സംഭവം കോൺട്രവേഴ്സിയായി. അദ്ദേഹം ഇപ്പൊ ജയിലിലാണ്, ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല, ഇന്ന് കിട്ടുമെന്നൊക്കെ പറയുന്നു. ബട്ട് രാഹുൽ ഈശ്വരൻ അതിന്റെ വാലെ തൂങ്ങി ഇപ്പോഴും അവരെ അപമാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഒരു തരത്തിൽ പറഞ്ഞാൽ. അവരെ ഇന്നും ഇപ്പോഴും രാഹുൽ ഈശ്വരനെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവരും ഈ രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായം തേടി രാഹുൽ ഈശ്വറിനെ വിളിക്കുന്നത്? സ്വാഭാവികമായിട്ടും മറ്റൊന്നുമല്ല, റേറ്റിംഗ് കിട്ടും. ഇത് കാണാൻ ഇയാള് പറയുന്ന കേൾക്കാൻ ആളുകളുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറയും, അത് കേൾക്കാനും അതിനെ ഏറ്റുപിടിക്കാനും കുറെ പുള്ളിയുടെ കാണുന്നത് ആൾക്കാർ കൂടി വന്നൊരു 7K 13K 20K അതിലൊക്കെ ഒതുങ്ങിയിരിക്കുകയാണ്. കാരണം ആൾക്കാർക്ക് മനസ്സിലായി ഒന്നും പറയത്തില്ല, ഒന്നിലും ഉറച്ചു നിൽക്കത്തില്ല. ഇങ്ങനെ പറഞ്ഞ് പറയാനുള്ളതെല്ലാം ബഹുമാനപൂർവ്വം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, അല്ലെങ്കിൽ ഞാൻ അവരെ ആദരിക്കുന്നു, അല്ലെ അവരോട് എനിക്ക് ബഹുമാനവും സ്നേഹവും മാത്രമേ ഉള്ളൂ. ഉള്ളിന്റെ ഉള്ളിൽ മൊത്തം അമർഷമായിരിക്കും. പക്ഷെ ആ അമർഷം പുള്ളി ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അത് പുള്ളി വിചാരിക്കുന്ന രീതിയിൽ നിൽക്കില്ല എന്നുള്ള കൃത്യമായ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. കാരണം പുള്ളിക്ക് അറിവില്ലെന്ന് ഞാൻ പറയില്ല, പുള്ളിക്ക് ഒരുപാട് അറിവുണ്ട്, നല്ല വായന ഗ്രാഹ്യവും നല്ല ഭാഷയൊക്കെ ഉണ്ട്. പക്ഷെ ആ ഭാഷയിൽ പുള്ളി എന്തൊക്കെയോ മറച്ചു പിടിച്ചാണ്. ഒരിക്കലും രാഹുൽ ഈശ്വർ ഈ ക്യാമറയുടെ മുമ്പിൽ കാണുന്ന ഒരാളെ അല്ല. ബിക്കോസ് പുള്ളി എപ്പോഴും ക്യാമറയുടെ മുമ്പിൽ പോലും ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റി ഒന്നിനും അദ്ദേഹം വരുത്തി സംസാരിക്കാറില്ല. നേരിട്ട് ഇടപെടാനും നല്ല ആളാണ്, നല്ല വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെ പേഴ്സണലി ഇന്റർവ്യൂ ചെയ്ത ഒരാളാണ്. പക്ഷെ അപ്പോഴും എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അദ്ദേഹം ഒരിക്കലും പ്രോപ്പറായിട്ട് ആൻസർ തരില്ല.
ശരി വേണ്ട, ഒറ്റ സ്റ്റേറ്റ്മെന്റ് തന്നില്ലെങ്കിലും വേണ്ട, പുള്ളി അതിന് ചുറ്റുമുള്ള മറ്റേ ഒരു കഥാപ്രസംഗം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൃഷിയൊക്കെ നട്ട് ആയിരിക്കും പുള്ളി പോയിരിക്കുന്നത്. നമ്മളൊരു പുള്ളിയുടെ ഒരു അടവാണെന്നാണ് പിന്നീട് എനിക്ക് ആസ് എ പേഴ്സണലി ഞാൻ പുള്ളി കൃത്യമായ ഒരു ഉത്തരം ഉണ്ടാവില്ല, എന്നാ ഉത്തരം ഇല്ല എന്നുള്ളത് പറയാനുള്ളൊരു. പക്ഷേ ഇതിന് ഹണി റോസ് രാഹുലിനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും, അല്ലെങ്കിൽ കോടതി ഉത്തരം പറയിപ്പിക്കും. തീർച്ചയായും ജാമ്യാപേക്ഷ നിഷേധിച്ചിട്ടുണ്ട്. ജാമ്യാപേക്ഷ നിഷേധിച്ചു എന്ന് മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ അതായത് രാഹുൽ ഈശ്വർ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയാണ് തള്ളിയിരിക്കുന്നത്. അപ്പോ പോലീസിനോട് നിലപാട് തേടിയിരിക്കുകയാണ് കോടതി. അപ്പൊ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൂടെ കേട്ടിട്ടായിരിക്കും കൈകളിലാണ് രാഹുലിന്റെ ജീവിതം എനിക്ക് കിടക്കുന്നതെന്ന് തോന്നി. ഇതൊക്കെ സ്വയം നേരത്തെ പൗർണമി സൂചിപ്പിച്ച പോലെ സ്വയം അഡ്വക്കേറ്റ് ആയതുകൊണ്ട് സ്വന്തം കേസ് സ്വയമാണ് വാദിക്കുന്നത്. അതിനും ഒരു ന്യായീകരണം ഉണ്ടായിരുന്നു, എനിക്ക് വേറെ അഡ്വക്കേറ്റിനെ വെച്ച് വാദിക്കാൻ കാശൊന്നും ഇല്ല. അതെ, അല്ല പുള്ളി എന്നിട്ട് നിർത്തുന്നില്ലല്ലോ. ഇപ്പോഴും ഈ ഒരു 30 മിനിറ്റുള്ള വാർത്തകൾ നോക്കിയാൽ, ഒരു 2 മിനിറ്റുള്ള വാർത്തകൾ രാഹുൽ ഈശ്വർ ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വന്നോളൂ, ഞാൻ ബോബിയെ പോലെ എങ്ങും പോയി ഒളിക്കുന്നില്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ടാവും, ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ്. അപ്പോഴും പറയുന്നില്ല ഞാൻ എന്നാ ഇനി നോക്കി കണ്ടേ വിമർശിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ മാത്രമേ. ഇല്ല, ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും വിമർശിക്കും, അതിനെനിക്ക് മാറ്റമൊന്നുമില്ല, പക്ഷെ സഭ്യമായ രീതിയിലെ ഞാൻ വിമർശിക്കുള്ളൂ. പുള്ളി എന്താണ് നാട്ടിലെ സ്ത്രീജനങ്ങൾക്ക് ഡ്രസ് കോഡ് ഉണ്ടാക്കുന്ന മനുഷ്യനാണോ? പുള്ളി ആരാണ്? ഹണിറോസിന്റെ ചോദ്യം ഇത് തന്നെയായിരുന്നു. ഞാനത് ചോദിക്കട്ടെ, ഇദ്ദേഹം ഈ കോട്ട്, ഈ ചൂടത്ത് കറുത്ത കോട്ടും ഇട്ട് സഫാരി സ്യൂട്ടും ഇട്ട് ഈ നടക്കുന്ന മനുഷ്യൻ നമ്മുടെ മലയാള തനിമയ്ക്ക് ചേരുന്ന വസ്ത്രം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുണ്ടും നേരിയോ അല്ലെങ്കിൽ മുണ്ടും ഷർട്ടും ഇട്ട് നടക്കാത്ത എന്തുകൊണ്ടാണ് രാഹുൽ ഈശ്വർ? രാഹുൽ ഈശ്വർ എവിടെ വന്നാലും കറുത്ത പാന്റും കോട്ടും മറ്റേ ഏതോ മറ്റേ നമ്മുടെ കേന്ദ്രമന്ത്രിമാരൊക്കെ ഇടത്തില്ലേ ഉത്തരേന്ത്യയിലെ, അങ്ങനത്തെ ഡ്രസ് ഇട്ടാണ് പുള്ളി. അത് പുള്ളിയുടെ ഇഷ്ടമല്ലേ, ആരും പുള്ളിക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ലല്ലോ. അത് ഇപ്പൊ പുള്ളിക്ക് ഭയങ്കര ഇണക്കമൊന്നും നിർബന്ധമൊന്നുമില്ല, പുള്ളിയെ കണ്ട ചിരിക്കുന്നവരുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് പുള്ളിയുടെ മുമ്പിൽ ഒന്നും എന്തൊരു കോലവാടോ എന്ന് ആരും ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ അയ്യേ എന്ന് വെക്കുന്നില്ല. ഇത് തന്നെയാണ് ഹണി റോസിന് മതി. ഇക്വാളിറ്റി ഇല്ലേ ഇവിടെ ഈ നാട്ടില്? അത് തന്നെ ചോദിക്കുന്നുള്ളൂ. ഹണി റോസ് ഇപ്പം ഡ്രസ് ഇട്ടാൽ അവര് പറയുന്ന പോലെ ഈ ഇനാഗുറേഷന് പ്രത്യേക ഡ്രസ് കോഡ് ഉണ്ടോ? അല്ലെങ്കിൽ അത് ഈ പറയുന്ന ഇനാഗുറേഷന് ആൾക്കാർ തമ്മിലുള്ള, ഇപ്പൊ നമ്മൾ സ്റ്റേജ് ഷോയ്ക്ക് ചെല്ലുകയാണ്, അപ്പൊ സംഘാടകർ നമ്മൾക്ക് പേയ്മെന്റ് തരുന്നെങ്കിൽ അവർ പറയും സാരി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗൗൺ എന്തെങ്കിലും ധരിക്കണം, അതൊരു ഫോർമൽ. അങ്ങനെയാണെങ്കിൽ പോലും ഒരിക്കലും അവർക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല, അവർക്ക് ഒരു സജഷൻ വെക്കാം. അതെ അല്ലെ? ഞാൻ ചോദിക്കട്ടെ, ഈ ആൾക്കാർക്കെല്ലാം ഹണി റോസിന് താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ അവർ ഇനാഗുറേറ്റ്. ഇപ്പൊ ഹണി റോസ് പറയണേ ഞാൻ ആ ഡ്രസ്സ് ധരിക്കില്ല, ഞാൻ ഇത് ധരിച്ചേ വരൂ എന്ന് ഈ സംഘാടകർക്ക് പറയാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡ്രസ് കോഡ് അവർ വെക്കുന്നില്ല. വെച്ചാൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നില്ല പൗർണമി ഹണി വരുമെന്ന്. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രമാണ് ധരിക്കുന്നത്. ആ വസ്ത്രം ധരിച്ച് ആ രീതിയിൽ എത്തുന്നത് കൊണ്ട് തന്നെയാണ് അവരെ കാണാൻ ഇത്രയും ജനങ്ങൾ അവിടെ തടിച്ചു കൂടുന്നതും. അത് അതിനെപ്പറ്റിയുള്ള വ്യക്തമായി, അവർ കുഞ്ഞു കുട്ടിയൊന്നും അല്ല, അവർ പ്രായപൂർത്തിയായ ഇത്രയും വർഷമായിട്ട് നിരവധി ആളുകളുമായി ബന്ധമുള്ള, അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ ദിനം പ്രതി കാണുന്ന ഒരു സ്ത്രീയാണ്. സ്വന്തം കാലിൽ അല്ലെങ്കിൽ സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വിമനാണ്. അപ്പൊ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നാട്ടുകാരുടെ ഒരു സഹായം അവർക്ക് ആവശ്യമില്ല, അല്ലെ? അതെ, ആവശ്യമില്ല. അത് അവർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് പലവട്ടം. അതുപോലെ രാഹുൽ ഈശ്വറിന്റെ വായടാണെങ്കിൽ മിക്കവാറും കോടതിയിൽ നിന്ന് ഈ പറയുന്ന പോലെ ഹണി റോസ് എന്തായാലും കേസൊന്നും പിൻവലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ അത് എങ്ങനെ കേസ് പിൻവലിക്കാണ്ട്? രാഹുൽ ഈശ്വറിന്റെ വായടഞ്ഞിട്ട് വേണ്ട കേസ് പിൻവലിക്കേണ്ട കാര്യമില്ല. ഇത് ഹണി റോസ് ഒരാൾക്ക് മാത്രമല്ല, ഒരുപാട് ജനങ്ങളെ പ്രതിനിധീകരിച്ച് ഹണി റോസ് ഒരു കഥാപാത്രമായി. ഈ പറയുന്ന പോലെ ഒരുപാട് പേര് ഒളിഞ്ഞും തെളിഞ്ഞും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാഹുൽ പറയുന്നത് ഈ പറയുന്ന പോലെ സദാചാര പോലീസിന്റെ പോലെയുള്ള കുറെ അമ്മമാരുടെ കമന്റുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. രാഹുൽ പറയുന്നത്, അദ്ദേഹം പറയുന്നുണ്ട്, നോക്കൂ ഹണിക്കെതിരെയാണ് കമന്റ് മുഴുവൻ വന്നിരിക്കുന്നത്, ബോബി ശമ്മണിനെ അനുകൂലിച്ചാണ് കമന്റുകൾ വന്നിരിക്കുന്നത്. ആണോ ഉണ്ടോ ഇയാൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്? ഇയാൾ ഒരു സാംസ്കാരിക നായകൻ എന്ന പദവിയിൽ സ്വയം അവരോധിച്ചിരിക്കുന്ന ഒരു മനുഷ്യരല്ലേ? എന്നിട്ട് ഇങ്ങനെ എങ്ങനെ പറയാൻ, ഒരു ചെറുപ്പക്കാരനല്ലേ, എങ്ങനെ പറയാൻ തോന്നുന്നു? ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എങ്ങനെയാണ് രാഹുൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ബിഹേവ് ചെയ്യാനും കഴിയുന്നത്? സോ എന്ത് തന്നെയായാലും രാഹുൽ ഒരു സ്ത്രീക്ക്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആര് തന്നെയായാലും ഡ്രസ് കോഡ് ലിമിറ്റ് ചെയ്യാനുള്ള അവകാശമൊന്നും ഒരു മനുഷ്യനും, ഒരു ഹ്യൂമൻ ബീയിങ്ങിനും നമ്മുടെ അസഫ് നൗ ഈ പറയുന്ന പോലെ ഇന്ത്യ മഹാരാജ്യം, ഇന്ത്യ ഗവൺമെന്റ് നൽകിയിട്ടില്ല. എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് വസ്ത്രധാരണത്തിൽ. സോ അതുകൊണ്ട് തന്നെ അത് മാനിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ രാഹുൽ കാണിക്കുക. രാഹുൽ എന്നല്ല, ഇതുപോലുള്ള ചർച്ചകളിൽ വന്ന് പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളെന്ന് സ്വയം അവരോധിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ജയിലിൽ പോയി കിടന്ന് അഴിയെണ്ണേണ്ടി വരും.